ദൃശ്യം 3 കണ്ടേ. ഇത് ആക്ച്വലി ഒരു നോർമൽ ഫാമിലി ഡ്രാമ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷെ നമ്മുടെ ദൃശ്യം ഫ്രാഞ്ചൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ദൃശ്യം 1ലേക്കും 2ലേക്കും ഒക്കെ വരുമ്പോഴേക്കും അതിനകത്ത് ഒരു മുക്കാൽ ഭാഗത്തോളം ഒരു സ്ലോ പേസിൽ ഒരു ഫാമിലി ഡ്രാമ എന്ന രീതിയിൽ പോകുന്ന ഒരു പടം ലാസ്റ്റ് ഒരു മുക്കാൽ മണിക്കൂറിൽ ഒരു കത്തിക്കലുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സിലേക്ക് വരുമ്പോഴേക്കും ലൈക്ക് ജോർജ് കുട്ടി കംപ്ലീറ്റ്ലി ഫെയിൽഡ് ആയി എന്ന് നമുക്ക് തോന്നി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പൊ ഒരു ട്വിസ്റ്റ്. ഇതാണല്ലോ ഓൾമോസ്റ്റ് എല്ലാവരും ദൃശ്യത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഈ ഒരു സാധനം ഇതിനകത്ത് ലാക്കിംഗ് ആണ്. എന്ന് വെച്ചിട്ട് ഇതൊരു മോശം പടമാണെന്നല്ല, ഇതിനകത്ത് പ്യൂർലി ജോർജ് കുട്ടി എന്ന മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ ഇമോഷണൽ ആയിട്ടുള്ള സൈഡ് ഉണ്ടല്ലോ, ആ ഒരു സൈഡാണ് കാണിക്കുന്നത്. സോ പണ്ട് അൽഫോൺസ് പുത്രൻ പറഞ്ഞ കണക്ക് യുദ്ധമൊന്നും പ്രതീക്ഷിച്ച് അങ്ങോട്ട് ചെല്ലണ്ട, പടം കണ്ടു നോക്കുക. അതുപോലെ ഒരു കാര്യം കൂടി, പടം കാണാത്തവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തോളുക. എനിക്ക് ഈ പടം കണ്ടപ്പോൾ ത്രൂ ഔട്ട് തോന്നിയ ഒരു കല്ലുകടിയാണ്. അതായത് ഫാമിലിയെ ഇത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യുന്ന ജോർജ് കുട്ടി എന്തുകൊണ്ടാണ് ഒരു CCTV തന്റെ വീട്ടിൽ വെക്കാഞ്ഞത്? സെക്കൻഡിൽ വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ തേർഡിൽ കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ വില്ലന്മാരുടെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു വരുമല്ലോ, അല്ലേ?